ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും വീണ്ടും നമ്മുടെ സീരിയൽ ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ക്യാൻഡോ 5ാമത്തെ ചാപ്റ്റർ നാരദ മുനിയുടെ വ്യാസദേവന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ എന്ന ഭാഗത്താണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് 32ാമത്തെ ശ്ലോകം, അതിനു മുന്നെയാണ് 31ാമത്തെ ശ്ലോകം വരെയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കർമ്മയോഗത്തിനെ കുറിച്ചാണ് നാരദ മഹർഷി ഭഗവാൻ വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത്. കർമ്മയോഗം എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കർമ്മയോഗത്തിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ജീവിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഭഗവത്ഗീതയിൽ കേട്ടിട്ടുണ്ട്, നമുക്ക് ശ്വാസം വലിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്താലേ നമുക്ക് ജീവിച്ചിരിക്കാൻ പോലും പറ്റുകയുള്ളൂ. ആഹാരം കഴിച്ചാൽ മാത്രമേ, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ജീവിതം നിലനിർത്തണമെങ്കിൽ എന്തെങ്കിലും കർമ്മം ചെയ്തേ പറ്റുകയുള്ളൂ. പക്ഷെ നമ്മൾക്കറിയാം, ഭഗവാൻ അതിനകത്ത് നിരന്തരം പറയുന്ന കാര്യം എന്താണ്? കർമ്മം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. നല്ല കർമ്മത്തിന് നല്ല പ്രതിഫലം, ചീത്ത കർമ്മത്തിന് ചീത്ത പ്രതിഫലം, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കർമ്മത്തിന് നല്ല പ്രതിഫലം, ചീത്ത കർമ്മത്തിന് ചീത്ത പ്രതിഫലമാണെങ്കിൽ നമ്മൾ കർമ്മം എന്തൊക്കെ ചെയ്യും തോറും എന്ത് ചെയ്യും? ഇതിന്റെ പ്രതിഫലം വന്നിട്ട് നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. അത് അനുഭവിക്കുന്നത് എവിടെയാണ്? ഭൗതിക ലോകത്തിലാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഭൗതിക ലോകത്തിൽ വരേണ്ടി വരും. അപ്പോൾ വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നു, ഈ ഒരു അസുഖം, അതായത് കർമ്മം അതിന്റെ പ്രതിഫലം, വീണ്ടും കർമ്മം അതിന്റെ പ്രതിഫലം, വീണ്ടും കർമ്മം അതിന്റെ പ്രതിഫലം എന്നത് ഒരു അസുഖമാണ്. കാരണം ഈ അസുഖം ഭേദമായാലേ ഇവിടെ നിന്നും ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ അസുഖത്തിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ വിഷത്തിനെ വിഷം കൊണ്ട് എടുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ കർമ്മം കൊണ്ടുണ്ടാകുന്ന ബന്ധനത്തെ ഇനിയൊരു കർമ്മം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഇനിയൊരു കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കാൻ പറ്റും. അതേത് കർമ്മമാണ് എന്നാണ് നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നാരദ മഹർഷി തന്റെ കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞു. കുട്ടിക്കാലം മീൻസ് കഴിഞ്ഞ ജന്മത്തിൽ താൻ ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചതും ഭക്തിവേദാന്തികളെ കാണുന്നതും അവർക്ക് സേവനം ചെയ്യുന്നതും അവരുടെ ഉച്ഛിഷ്ടം ഭുജിച്ചതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് അവരുടെ ജ്ഞാനത്തെ വന്നിട്ട് കാരുണ്യപൂർവം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ പോയതിനു ശേഷം നാരദ മഹർഷി അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. വെറുതെ കേട്ടിട്ട് വിടുകയല്ല ചെയ്യുന്നത്. ആ കുട്ടി എന്ത് ചെയ്തു? ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ആ ജ്ഞാനത്തെ അവർ പോയതിനു ശേഷം എന്ത് ചെയ്തെടുത്തു? സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെടുത്തു. അപ്പൊ അതുകൊണ്ട് നാരദ മഹർഷി പറയുകയാണ്, ഇതുപോലെ ഈ ഒരു പ്രത്യേക കർമ്മം, ഏത് കർമ്മം? പരിശുദ്ധ ഭക്തിയുത സേവനം എന്ന് പറയുന്ന കർമ്മം. ആക്ച്വലി അതിനെ കർമ്മം എന്ന് പറയില്ല. 3 തരത്തിലാണ് നമ്മൾ ഭഗവത്ഗീതയിൽ കർമ്മത്തെ പറയുന്നത്. 1 കർമ്മം, 2 അകർമ്മം, 3 വികർമ്മം. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബന്ധനത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. എനിക്ക് എന്തെങ്കിലും റിസൾട്ട് അല്ലെങ്കിൽ ഫലം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കർമ്മം എന്ന് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നത്. ഇനി അകർമ്മം വികർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുന്നതിനെയാണ്, അതായത് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് വികർമ്മം എന്ന് പറയുക. ഉദാഹരണത്തിന് ആനിമൽ സ്ലോട്ടർ പാടില്ല എന്ന് ധർമ്മഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ദ്രിയ നിർവഹണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നാക്കിന്റെ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രവൃത്തി ചെയ്യും, ഉഗ്രകർമ്മം അത് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അത് വികർമ്മമാണ്. അതായത് ധർമ്മഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതിനെ തേടിപ്പിടിച്ച് ചെയ്യണതിനെയാണ് വികർമ്മം എന്ന് പറയുന്നത്. ഇത് അകർമ്മവും വികർമ്മവും. ഇനി വേറൊരു സാധനമുണ്ട്, അകർമ്മം. അതായത് ഇത് രണ്ടും ബന്ധനത്തിന് കാരണമാകും. കർമ്മവും വികർമ്മവും ബന്ധനത്തിന് കാരണമാകും. പക്ഷേ വികർമ്മം എന്ന് പറഞ്ഞാൽ ബന്ധനത്തിന് കാരണമാകാത്ത കർമ്മം. അത് ഒരൊറ്റ കർമ്മമേ ഉള്ളൂ, ഭഗവാന് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ. ഇതിനെയാണ് വികർമ്മം
അകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ഗണത്തിൽപ്പെടുന്ന കർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാരദ മഹർഷി താൻ എന്ത് ചെയ്തു? ഭക്തിയുത സേവനം ചെയ്തു എന്നതിനെക്കുറിച്ചാണല്ലോ വ്യാസദേവനോട് പറഞ്ഞു കൊടുക്കുന്നത്. തൻ്റെ ഗുരുക്കന്മാർ തനിക്ക് നൽകിയ ആ ജ്ഞാനം വന്നിട്ട് സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി താൻ എങ്ങനെയാണ് ആ ജന്മം നേടിയത്, അല്ലെങ്കിൽ ആ ജന്മത്തിൽ എന്താണ് താൻ ചെയ്തത് എന്നാണ് നാരദ മഹർഷി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ ഭക്തിയുത സേവനത്തിനെ കുറിച്ചാണ് അകർമ്മം, അല്ലെങ്കിൽ കർമ്മത്തിനെ കർമ്മം കൊണ്ട് ക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ സുഖപ്പെടുത്തിയെടുക്കുക. കർമ്മം എന്ന അസുഖത്തിനെ ഒരു തരം കർമ്മം കൊണ്ട് സുഖപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞു വരുന്നത്. ആ ഒരു ഭാഗത്തിലാണ് നമ്മൾ നിന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 32-ാമത്തെ ശ്ലോകം ഏതത് സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം കണ്ടോ, ഇവിടെ ചികിത്സ എന്നാണ് പറഞ്ഞത്, റെമഡി. ആ അസുഖത്തിനെ എന്ത് ചെയ്യുകയാണ്? മാറ്റുന്ന ഉപാധി. യദ് ഈശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. ഈശ്വരേ ഭഗവതി, അതായത് പരമദിവ്യോത്തമ പുരുഷന് വേണ്ടി ചെയ്യുന്ന ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ആ കർമ്മത്തിൽ നിന്നും നമ്മളെ മുക്തരാക്കുന്നതാണ് എന്ന് പറഞ്ഞ് നിർത്തി നമ്മൾ. അപ്പോൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക്, അതായത് 33-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനും ഗുരുവിനെയും നമുക്ക് പ്രണമിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ്. ഗോരനിതായ് ജയ ഗോരനിതായ്. जय जय प्रभुपाद प्रभुपाद प्रभुपाद. जय जय प्रभुपाद. जय जय गुरुदेव गुरुदेव गुरुदेव. जय जय गुरुदेव. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण. അപ്പോൾ നമുക്ക് 33-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. വായിക്കാം നമുക്ക്. अनुष्टुप छंदस. आमयो यश्च भूतानां जायते येन सुव्रता
തദ് ഏവ ഹി ആമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ആമയോ യശ്ച ഭൂതാനാം ജായത്തെ യേന സുവൃതാ തദ് ഏവ ഹി ആമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ആമയോ യശ്ച ഭൂതാനാം ജായത്തെ യേന സുവ്രതാ തദേവ ഹി ആമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ഇവിടെ ഉദാഹരണത്തിൻ്റെ പോലെ പറയുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു റെമഡിയൽ മെഷർ, അതായത് ചികിത്സിക്കുന്ന ഒരു ഉപാധിയെപ്പറ്റി നാരദമുനി പറയുകയുണ്ടായല്ലോ. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക, വിഷത്തിനെ വിഷം കൊണ്ടെടുക്കുക. സർപ്പം ദംശിച്ചാൽ എന്താണ്? കടിച്ച സർപ്പത്തിനെ വിളിച്ചു വരുത്തി അതിനെ എന്ത് ചെയ്യുകയാണ്? എടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണ്. കാരണം ആൻറ്റി വെനം എന്ന് പറയുന്നത് ആ പാമ്പിൻ്റെ തന്നെ എന്താണ്? വിഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡിയാണ്. അപ്പോൾ നമ്മളുടെ അസുഖം, ഭൗതിക ലോകത്തിൽ കർമ്മബന്ധനം എന്ന് പറയുന്ന ഒരു അസുഖം, ആ സർപ്പദംശനം പോലെയുള്ള അസുഖത്തിന് എന്താണ് റെമഡിയൽ മെഷർ? ഒരു ആൻറ്റിബോഡി. എന്ത് ആൻറ്റിബോഡിയാണത്? സെയിം കർമ്മത്തിൻ്റെ ഇനിയൊരു രൂപം. നമ്മൾ കർമ്മം ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റാത്തത്? കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കർമ്മം ചെയ്യേണ്ടി വരും. ഒന്നും ചെയ്യാതെ ഒരിടത്ത് മിണ്ടാതെ ഇരിക്കാൻ പറ്റില്ല ആർക്കും. കാരണം നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ശരീരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കർമ്മം ചെയ്യേണ്ടി വരും. പക്ഷേ എങ്ങനെയാണ് ഈ കർമ്മം എന്നുള്ള അസുഖത്തിനെ കർമ്മം കൊണ്ട് തന്നെ ഇല്ലാതാക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? നാരദ മഹർഷി പറയുന്നത്. നോക്കൂ, ആമയം. ആമയം എന്ന് പറഞ്ഞാൽ അസുഖം എന്നാണ്. ആമയോ യശ്ച ഭൂതാനാം, ജീവജാലങ്ങളുടെ അസുഖം. ജായത്തെ യേന, എന്തുകൊണ്ടാണോ ഉണ്ടാകുന്നത്? ജായത്തെ ജനിക്കുക, എന്തുകൊണ്ടാണോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുക, എന്തുകൊണ്ടാണോ ഉണ്ടാകുന്നത്? അല്ലയോ സുവ്രത. സുവ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരിശുദ്ധമായവനെ എന്നാണ് പറയുന്നത്. നല്ല വ്രതത്തോടു കൂടിയവനെ എന്നല്ലേ സുവ്രത. അപ്പോൾ ആമയോ യശ്ച ഭൂതാനാം ജായത്തെ യേന, എന്തുകൊണ്ടാണോ ഈ ജീവജാലങ്ങൾക്ക്, യേന ജായത്തെ ഭൂതാനാം ആമയോ, എന്താണ് ആമയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എന്താണ് ആമയത്തിന് കാരണം? കർമ്മം അല്ലേ? എന്ത് കർമ്മം? കർമ്മം, വികർമ്മം, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി തദ് ഏവ ഹി ആമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം ചോദിക്കുകയാണ്. തദ് ഏവ ഹി ആമയം, അതേ അസുഖത്തിനെ മാറ്റാനുള്ള ദ്രവ്യം, വസ്തു എന്ന് പറയുന്നത് എന്താണ്? സെയിം കർമ്മം തന്നെയാണ്, അല്ലെങ്കിൽ സെയിം സാധനം കൊണ്ട് തന്നെയാണ് ചികിത്സിക്കുന്നത്. ഉദാഹരണത്തിന് പ്രഭുപാദ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് വിവർത്തനത്തിൽ പറയുന്ന? അല്ലയോ മഹാത്മാവേ, രോഗഹേതുവായ ഒരു പദാർത്ഥത്തെ അതേ രോഗചികിത്സയ്ക്കായി പ്രയോഗിക്കുന്ന പക്ഷം ആ രോഗം ഭേദമാവുകയില്ലേ? ഹോമിയോ മെഡിസിൻ്റെ തിയറി ഇതാണ്. എന്തുകൊണ്ടാണോ അസുഖം ഉണ്ടാകുന്നത് അതിൻ്റെ തീരെ ചെറിയൊരു പോർഷനെ അവർ ചികിത്സയ്ക്കായി ഉപയോഗിക്കും. നമ്മുടെ വാക്സിൻ ഇതുപോലെയാണ്. എന്തുകൊണ്ടാണോ അസുഖം ഉണ്ടാകുന്നത് ആ അസുഖത്തിന് നിദാനമായിട്ടുള്ള വസ്തുവിൻ്റെ ഇനിയൊരു ഫോം, ആൻറ്റിബോഡി ആകാം, അല്ലെങ്കിൽ ആൻറ്റിജന്റെ ചെറിയൊരു പാർട്ടാകാം. ഇതെല്ലാം വന്നിട്ട് എന്തിനു ഉപയോഗിക്കും? രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുകയാണ്, ഒരു എക്സ്പേർട്ട് ഫിസീഷ്യൻ ഉദാഹരണത്തിന് പറയുന്നു, ക്ഷീര ഉൽപ്പന്നങ്ങൾ, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വയറിന് കേടാകും. അപ്പോൾ ആ അസുഖത്തിനെ ചികിത്സിക്കാൻ പാലിൻ്റെ തന്നെ ഇനിയൊരു ഉൽപ്പന്നമായിട്ടുള്ള തൈരാണ് ഉപയോഗിക്കുന്നത്. തൈരിനകത്ത് എന്തുണ്ട്? പ്രോബയോട്ടിക് ഉണ്ട്. വയറിന് കാരണം കേടാകുന്ന തരത്തിലുള്ള അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? പ്രോബയോട്ടിക് ആയിട്ടുള്ള കർഡ് ഉപയോഗിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്കുണ്ടാകുന്ന അസുഖത്തെ ഇനിയൊരു ആ അസുഖത്തിന് തന്നെ കാരണമാകുന്ന വസ്തുവിൻ്റെ ഇനിയൊരു ഫോമിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റും. പ്രഭുപാദനെ നോക്കണം. പ്രഭുപാദാണെങ്കിൽ ആരാണ്? ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഒരുപാട് ഈ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾ വായിക്കുമ്പോൾ പുറപ്പെട്ട് നല്ല രസമാണ് അത് വായിക്കാൻ. അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. എന്താണ്?
എന്താണ് വിഷത്തിന് വിഷം കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ മുള്ളിന് മുള്ളുകൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ ആൻറ്റിജൻ കൊണ്ട് ആൻറ്റിബോഡി ഉണ്ടാക്കിക്കുക. ഇതേ സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെയും പ്രാവർത്തികമാക്കുന്നത്. ഇതൊന്നും പുതിയതായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളേ അല്ല, ഇതെല്ലാം ഓൾറെഡി അല്ലെങ്കിൽ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളുടെ അസുഖം എന്താണ്? ഭൗതിക ബന്ധനത്തിന് കാരണമാകുന്ന കർമ്മം. ഇനി അതിനെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? അതേ കർമ്മത്തിന് ഇനി ഒരു തരത്തിൽ ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കുക? പരിശുദ്ധ ഭക്തിയുത സേവനമായി കൺവേർട്ട് ചെയ്യുക. കർമ്മത്തിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നത് എന്താണ്? വൈരാഗ്യമല്ല, ഫൽഗു വൈരാഗ്യമാണ് എന്നാണ് രൂപഗോസ്വാമി പറയുന്നത്. ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളെ മായ അല്ലെങ്കിൽ ഭൗതികം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ ഇരിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നമാണ്. അത് നമ്മൾ വിചാരിക്കും ഞാൻ എല്ലാം ത്യജിച്ചു എന്ന്. നേത്തി എന്ന് നമ്മൾ പറയും. ഈ കർമ്മം ചെയ്യുന്നില്ല, ഞാൻ ഈ കർമ്മം ചെയ്യുന്നില്ല, ഞാൻ ആ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷേ ആ കർമ്മങ്ങളൊക്കെ എന്താണ്? ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ത്യജിക്കുന്നതും പ്രശ്നമാണ്. അതെന്താണ്? ഫൽഗു വൈരാഗ്യം. കാരണം ആ കർമ്മത്തിൻ്റെയൊക്കെ ഫലം ആർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ പറ്റും? ഭഗവാന് വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കർമ്മത്തിന് ബന്ധനത്തിലാകേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ഫലം എല്ലാം ആർക്ക് വേണ്ടിയാണ് നമ്മൾ സമർപ്പിക്കുന്നത്? ഭഗവാന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അതിന് എല്ലാ പ്രാവശ്യവും പ്രഭുപാദ് ഒരു ഉദാഹരണം പറയും. നിങ്ങൾ വഴിയിൽ കൂടെ പോകുമ്പോൾ ഒരു 100 രൂപ അവിടെ വീണ് കിടക്കുന്നു. നിങ്ങളുടെ മുന്നിൽ പോയ ആളുടെ കയ്യിൽ നിന്നാണ് ആ 100 രൂപ വീണത് എന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ അയാളങ്ങ് നടന്നു പോയി, അറിഞ്ഞില്ല. അയാൾ കയ്യിൽ നിന്ന് പേഴ്സിൽ നിന്ന് എടുത്തപ്പോൾ താഴെ പോയി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്കിൽ കൂടി പോകുമ്പോൾ നിങ്ങൾ കാണുന്നു. അതിനെ എങ്ങനെയാണ് ഇനി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക? 3 തരത്തിൽ ഉപയോഗിക്കുക. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യും? അത് എൻ്റെ എല്ലാന്നും പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോകാം. വെറുതെ വേസ്റ്റാണ്. ആ 100 രൂപ ഇനി നിങ്ങളുടെ പിന്നാലെ വരുന്ന ഒരാൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ദ്രവിച്ചു പോകും. ഇനി രണ്ടാമത്, അത് ഞാൻ എടുക്കാം. അതായത് ബാക്കി കൂടെ പോകുന്ന ഞാൻ എടുക്കാം. എന്തായാലും അയാൾ കണ്ടില്ല, അയാളുടെ കയ്യിൽ നിന്ന് അത് താഴെ പോയില്ലേ, ഇനിയിപ്പോൾ അത് ഞാൻ എടുത്തേക്കാം എന്ന് വിചാരിച്ചാൽ അത് ഞാൻ എടുക്കാം. അത് തെറ്റാണ്, അത് നമ്മുടേതല്ല. അയാളുടെയാണ് പൈസ. അയാൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് തന്നതാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് അറിയാതെ അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതും തെറ്റാണ്. ഇനി യഥാർത്ഥത്തിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ വിളിച്ച് അവിടെ നിർത്തുക, ചേട്ടാ കയ്യിൽ നിന്ന് താഴെ ഒരിച്ചിരി പൈസ പോയിട്ടുണ്ട് ഇന്നാ എന്നും പറഞ്ഞ് എടുത്തു കൊടുക്കാം. ഇതാണ് 3 തരത്തിലുള്ള കർമ്മം. ആദ്യത്തേത് ചുമ്മാ ത്യജിക്കുക, ഒരു ഉപയോഗവും ഇല്ലാതെ. കാരണം അതൊരു ഭൗതിക വസ്തുവാണ്. ആ ഭൗതിക വസ്തുവിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. എങ്ങനെ? അതിനെ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ചാൽ അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ അതിനെ ത്യജിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഭൗതിക വസ്തുവിനെ ത്യജിക്കുക എന്ന് പറയുന്നത് എന്താണ്? മൂല്യമുള്ള വസ്തു, ഒരു കമ്പ്യൂട്ടർ, ഇതുപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ, മൊബൈൽ ഫോൺ, ഇതെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കും. ഒരു മൈക്രോഫോൺ, പ്രഭുപാദ് പറഞ്ഞു ഡിക്റ്റാഫോൺ, മൈക്രോഫോൺ, എല്ലാത്തിനെയും, അതൊക്കെ ഭൗതിക വസ്തുവാണ്, ശരി തന്നെ. അതിനെ നമ്മുടെ ഇന്ദ്രിയ സംബന്ധർപ്പണത്തിന് വേണ്ടി ഉപയോഗിച്ചാലാണ് അതിനെ എന്ത് ചെയ്യുക? കർമ്മം, പ്രതികർമ്മം ഒക്കെ വരിക. അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രകാരമുള്ള ക്ലാസ്സുകൾ എടുക്കാനും ഇങ്ങനത്തെ ബുക്കുകൾ വായിക്കാനും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് അതെന്താകുന്നില്ല? ബോണ്ടേജിന് കാരണമാകുന്നില്ല എന്ന് ആര് പറയും? പ്രഭുപാദ് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ആ പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനം, when everything is thus employed in the service of the Lord, we can experience that there is nothing except the Supreme Brahman. The Vedic mantra that everything is Brahman is thus realized by us. എന്താണ്? ബാലിശമായ കൽപ്പന മാത്രമാണെന്ന് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു സെൻറ്റൻസും കൂടെ വരും. 342 പേജ് ലാസ്റ്റ്. വിദഗ്ധരും ജ്ഞാനികളുമാണ് ഇപ്രകാരം ഇതിനെ അതെ, ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് അല്ല, 342 പേജ്, പ്രീവിയസ് പേജ്, അതെ, ഓക്കെ, ലാസ്റ്റ്. ഈ ശ്ലോകത്തിലെ സംസൂചിതം എന്ന അർത്ഥം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശ്രീനാരദന്റെ ഇതല്ലല്ലോ, 33 ശ്ലോകത്തിന്റെ പർപ്പട്ടാണോ അത്? 33 ശ്ലോകത്തിന്റെ പർപ്പട്ട്. ഓക്കെ, അത് തന്നെ. യെസ്,
ഭഗവത് സേവനത്തിൽ നിയുക്തമാകുന്ന തൽക്ഷണം ഒരു പദാർത്ഥത്തിന്റെ ഭൗതിക തത്വം മാറുന്നു. ആത്മീയ വിജയത്തിന്റെ രഹസ്യമാണ് ഇത്. ഭൗതിക പ്രകൃതിക്കും ഉപരിയായി ഇതിനെ അടക്കി ഭരിക്കാനോ ഭൗതിക വസ്തുക്കളെ തിരസ്കരിക്കാനോ നാം ഉദ്യമിക്കരുത്. ഏറ്റവും അവസാനം നമ്മുടെ ഭൗതിക രോഗങ്ങളെ ചികിത്സിക്കേണ്ട രീതിയും ക്ലേശം, വിലാപം, ഭയം എന്നിവ കൂടാതെ ആത്മീയ തലത്തിൽ ഉന്നതി പ്രാപിക്കേണ്ട മാർഗവും അപ്രകാരമാകുന്നു. ലാസ്റ്റ് പാർട്ട്. സർവവും ഭഗവത് സേവനത്തിൽ നിയുക്തമാകുമ്പോൾ പരബ്രഹ്മം അല്ലാതെ യാതൊന്നുമില്ലെന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്നു. സർവതും ബ്രഹ്മമാകുന്നു എന്ന വേദമന്ത്രത്തെ അപ്രകാരം നമുക്ക് സാക്ഷാത്കരിക്കാം. ഇത് വായിച്ചിട്ട് അവ്യക്തിഗതമായ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? സർവം ഖല്ലു ഇതം ബ്രഹ്മ എന്നാണ് ആ വേദമന്ത്രം. അതിൻ്റെ അർത്ഥം സർവ്വതും ബ്രഹ്മമാകുന്നു എന്നാണ്. നമ്മൾ എങ്ങനെയാണ് അത് സാക്ഷാത്കരിക്കുന്നത്? നമ്മുടെ കയ്യിൽ കുറേ ഭൗതിക വസ്തുക്കളുണ്ട്. ആ ഭൗതിക വസ്തുക്കളെ ഞാൻ എൻ്റെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അതെന്താണ്? ഭൗതിക വസ്തുവാണ്. ഉദാഹരണത്തിന് ഭക്ഷണ സാധനങ്ങൾ, ക്യാരറ്റ്, ബീൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ല കാര്യമായിട്ട് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അത് ഭഗവാനോ ഓഫർ ചെയ്യാതെ നമ്മൾ തന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ എന്താണത്? കർമ്മത്തിനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, അല്ലേ? തേ ത്വഖം പാപം യേ ഭജന്തി ആത്മകാരണാത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ആരാണോ സ്വയം ആസ്വദിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് അദ്ദേഹം കർമ്മത്തിനെയാണ് കഴിക്കുന്നത്, അല്ലേ? പാപമാണ് കഴിക്കുന്നത് എന്ന് പറയും. ഇനി സെയിം വെജിറ്റബിൾ ഫ്രൈഡ് റൈസിനെ എങ്ങനെയാണ് നിങ്ങൾ കർമ്മമില്ലാത്തതാക്കി മാറ്റുന്നത്? വളരെ സ്നേഹത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് സ്വീകരിക്കണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ നമ്മളുടെ ആഗ്രഹമല്ല, അത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് സെയിം റെസിപ്പി ഒന്നും മാറുന്നില്ല. അതേ ക്യാരറ്റും ബീൻസും ഒക്കെ തന്നെ ഇട്ടിട്ട് നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വയ്ക്കുന്നു. ഒന്നും മാറുന്നില്ല. അതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ അത് വളരെ സ്നേഹത്തോടെ ഒരു തുളസി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാന് അർപ്പിക്കുന്നു. അപ്പം അതെന്തായി മാറും? ഭഗവാൻ അത് സ്വീകരിക്കും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതമശ്നാമി പ്രയതാത്മനഃ. അല്ലേ? അതിനകത്ത് നിന്ന് ഭഗവാൻ നമ്മുടെ സ്നേഹം സ്വീകരിക്കും. ഭഗവാൻ തിരിച്ച് അതിനെ എന്താക്കി മാറ്റും? സ്പിരിച്വലൈസ് ആക്കി മാറ്റും. അപ്പോൾ ആ സാധനം കണ്ണിൽ നമ്മൾ മാറ്ററായിട്ടാണ് കാണുന്നതെങ്കിലും അതെന്താണ്? പ്രസാദമാണ്. അപ്പോൾ എന്തായി? അത് അതേ സെയിം മാറ്റർ എന്തായി മാറി? സ്പിരിച്വലൈസ്ഡ് ആയിട്ട് മാറി. ഇതിനെ ഇതേപോലെ തന്നെ ഏത് വസ്തുവിനെയും ഇതുപോലെ സ്പിരിച്വലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പിരിച്വലൈസ് ചെയ്താൽ അതെല്ലാം എന്താണ്? ഭഗവാന്റെ തന്നെ എനർജിയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം പരബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സെയിം തിങ്, എല്ലാ സാധനങ്ങളും ഭഗവാന്റെ എനർജിയാണ്. അല്ലാതെ ഭഗവാൻ അതെല്ലാമായി മാറി അവസാനം ഭഗവാന്റെ രൂപം ഇല്ലാതാകുന്നു എന്ന അർത്ഥമില്ല. ഭഗവാൻ അതിനെ എന്താക്കി മാറ്റും? സ്പിരിച്വൽ ആക്കി മാറ്റും. നമ്മൾ സ്നേഹത്തോടു കൂടി ഭഗവാനെ നിവേദിച്ചാൽ ഭക്ഷണം എന്തായി മാറും? അത് പ്രസാദമായി മാറും. എന്നതുപോലെ നമ്മളുടെ ഏത് കർമ്മവും ഭഗവാന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിനെ സ്പിരിച്വലാക്കി മാറ്റും. അപ്പോൾ അതേ മാറ്റർ തന്നെ സ്പിരിച്വലായി മാറും. ഒന്നും വ്യത്യാസം വരുന്നില്ല. അതിൻ്റെ അകത്ത് അവബോധത്തിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമ്മളുടെ കോൺഷ്യസ്നെസ് ആണ് മാറിയിരിക്കുന്നത്. എനിക്ക്, എൻ്റെ, ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ അവബോധത്തെ എന്താക്കി മാറ്റി? നമ്മൾ ഭഗവാന് അല്ലെങ്കിൽ ഭഗവാന് ഭക്തന്മാർക്ക് എന്ന് പറയുന്ന അവബോധത്തിലേക്ക് മാറ്റുമ്പോൾ സെയിം മാറ്റർ എന്തായി മാറും? സ്പിരിച്വലായി മാറും. മാറ്റർ തന്നെ ആയിരിക്കും, പക്ഷെ അതിനെ സ്പിരിച്വലാക്കി മാറ്റാനുള്ള കാര്യമാണ് പരിശുദ്ധ ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് സർവം ഖലു ഇദം ബ്രഹ്മ, അല്ലെങ്കിൽ സർവ്വതും ബ്രഹ്മമാകുന്നു. ദർ ഈസ് നത്തിങ് എക്സെപ്റ്റ് സുപ്രീം ബ്രഹ്മൻ, എവ്രിതിങ് ഈസ് ബ്രഹ്മൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. എല്ലാം സ്പിരിച്വലാക്കി മാറ്റാൻ പറ്റും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ. അപ്പം നമുക്ക് 34-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. 34-ാമത്തെ ശ്ലോകം.
एवं नृणां क्रियायोगा सर्वे संसृतिहेतवः त एवात्मविनाशाय कल्पन्ते कल्पिता परे. एवं नृणां क्रियायोगा सर्वे संसृतिहेतवः त एवात्मविनाशाय कल्पन्ते कल्पिता परे. एवं नृणां क्रियायोगा सर्वे संसृतिहेतवः त एवात्मविനാശായ കൽപ്പന്തെ കൽപ്പിതാ പരേ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഏവം അങ്ങനെ, നൃണാം ക്രിയായോഗ മനുഷ്യരുടെ സർവതരത്തിലുള്ള ക്രിയകളെയും, സർവേ സംസൃതിഹേതവ നേരത്തെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിന് കാരണമായ സംസൃതി, സംസാരം, സംസാര ചക്രം, ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ്. എന്താണ് അപ്പോൾ സംസൃതി എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഭൗതിക ലോകത്തിൽ ബന്ധനത്തിന് കാരണമാകുന്നത്. ഹേതു, ഹേതവ അത് ധാതുവാണ്, അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോം ചെയ്ത വാക്കാണ് സംസൃതി ഹേതവ. എന്താണ് സംസൃതി ഹേതവന്റെ അർത്ഥം? ഭൗതിക ബന്ധനത്തിന് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിലനിൽപ്പിന് കാരണമാകുന്ന എന്ത്? ക്രിയായോഗ, അതായത് മനുഷ്യരുടെ സർവ പ്രവർത്തനങ്ങളും. ത ഏവാത്മവിനാശായ എന്ത്? ആ എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും? ത ഏവ ആത്മവിനാശായ കൽപ്പന്തെ കൽപ്പിതാ പരേ. ദോസ് വെരി ആക്ടിവിറ്റീസ് which caused his perpetual bondage become the destroyer of the tree of work. ഇവിടെ എന്താണ്? ആ സെയിം കർമ്മം, നമ്മളെ തളച്ചിടുന്ന കർമ്മത്തിനെ അതേപോലെ തന്നെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയും നമുക്ക് ഇതേ കർമ്മത്തിനെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്രകാരം സർവ്വജനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഭഗവത് സേവനത്തിന് സമർപ്പിക്കുമ്പോൾ ചിരസ്ഥായിയായ ബന്ധനത്തിന്, എവിടുത്തെ ബന്ധനത്തിന്? ഭൗതിക ലോകത്തിലെ ബന്ധനത്തിന് ഹേതുവായ അതേ കർമ്മങ്ങൾ കർമ്മവൃക്ഷത്തിന്റെ ഹന്താവായി തീരുന്നു. കർമ്മവൃക്ഷം എന്ന് പറഞ്ഞാൽ ട്രീ ഓഫ് കർമ്മ, അങ്ങനെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ആ ഒരു കർമ്മത്തിന്റെ വൃക്ഷത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുറിച്ചു കളയുന്നു. എങ്ങനെ? പരിശുദ്ധ ഭക്തിയുത സേവനം കൊണ്ട് മുറിച്ചു കളയുന്നു. ഓക്കെ, അതാണ് ഈ ഒരു ഭക്തിയുത സേവനത്തിന്റെ അർത്ഥം. ഇതിനകത്ത് അടുത്ത പേജിൽ പ്രഭുപാദ് ഒരു കാര്യം പറയുന്നുണ്ട്. The summary is that one has to first of all seek the association of pure devotees who not only are learned in Vedanta but are self-realized souls and unalloyed devotees of Lord Shri Krishna. എന്താണ്? സർവപ്രഥമമായി വേദാന്ത വിജ്ഞാനികളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരും നിഷ്കളങ്കരുമായുള്ള ഭക്തസംസർഗം കാംക്ഷിക്കണമെന്നാണ് സംക്ഷേപം. ആ സംസർഗത്താൽ പുതുഭക്തൻ ശാരീരികമായും മാനസികമായും പരമദിവ്യോത്തമ പുരുഷന് അനിയന്ത്രിതമായ പ്രേമയുത സേവനം സമർപ്പിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ കർമ്മം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നാണ് പ്രത്യക്ഷത്തിൽ പ്രഭുപാദ് ഇവിടെ എഴുതുന്നത്. ഇതെല്ലാം പറയാൻ എളുപ്പമാണല്ലേ, പക്ഷേ ചെയ്യാനാണ് പ്രശ്നം. എങ്ങനെ ചെയ്യും? ഭക്തന്മാരുടെ സഹവാസം കൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ ചെയ്തു കാണിക്കും അല്ലേ. നമ്മളുടെ ഗുരു, നമ്മളുടെ ആചാര്യഗണങ്ങൾ, പ്രഭുപാദിനെ പിന്തുടരുന്ന പരിശുദ്ധ ഭക്തന്മാർ, ഇവരെല്ലാവരും ഈ കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു തരുന്ന ആൾക്കാരാണ്. അവരിൽ ആരുടെയെങ്കിലും പാത പിന്തുടർന്നാൽ നമ്മൾക്കും അത് പഠിക്കാൻ പറ്റും അല്ലേ. നമുക്കൊരു ടീച്ചർ വേണ്ടേ? എങ്ങനെയാണ് ഈ ഒരു കർത്തവ്യം ചെയ്യുന്നത് എന്ന് നമുക്കൊരു ടീച്ചർ വേണം. ആ ടീച്ചർമാരാരാണ്? നമുക്കിവിടെ എഴുതിയിരിക്കുന്നു. വേദാന്ത വിജ്ഞാനികളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തരും. അവരോടുള്ള സംസർഗം ഇത് നമ്മളെ പഠിപ്പിക്കും. അതാണ് ഡിവോട്ടി അസോസിയേഷൻ എന്ന ആ ഒരു കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയുന്നത്. എനിക്ക് എൻ്റെ വഴി, എന്താണ് ഏ വഴി തനി വഴി എന്നൊക്കെ സിനിമ ഡയലോഗ് പറയുന്നത് പോലെ പറയാൻ പറ്റുകയില്ല. കാരണം ഈ ഒരു പാത എന്ന് പറയുന്നത്
നമ്മൾ തപ്പി കണ്ടുപിടിച്ച് പോകുന്നതാണെങ്കിൽ അത് വളരെയധികം ദുർഘടമായിരിക്കും. ഒരു വലിയ കാട്ടിൽ കൂടെ വഴി കണ്ടുപിടിക്കുന്നതാണോ, ഓൾറെഡി ആൾക്കാർ നടന്ന് പോയ വഴിയിൽ കൂടെ പോകുന്നതാണോ എളുപ്പം എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ എല്ലാ ഭക്തന്മാരും ഇതേ കാര്യം ചെയ്തുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയവരാണ്. അവസാന മരണസമയത്ത് പ്രഭുപാദിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങേക്കിനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. കുച്ച് ഇച്ഛാ നഹി, ഒരു ആഗ്രഹവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു എങ്ങനെയാണ് അത് ചെയ്ത് കാണിക്കുന്നത് എന്ന്, അതാണ് ഇവിടെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തൻ എന്ന് പറയുന്നത്. വെറുതെ പറയുന്നത് കൊണ്ടായില്ല. പ്രഭുപാദ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ട് അദ്ദേഹം ഇത് സാക്ഷാത്കരിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. പക്ഷെ അദ്ദേഹം നോക്കൂ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷം എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കുച്ച് ഇച്ഛാ നഹി, ഒരു ഇച്ഛയുമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ത്യാഗം ചെയ്തിട്ടാണ് അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് ജീവൻ വെടിയുന്ന അവസ്ഥയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു, ജീവൻ വെടിയുന്നതോ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരുടെ അടുത്തുള്ള സംസർഗം, അതാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആധ്യാത്മിക ഗുരു വേണം, ഉറപ്പായിട്ടും വേണം എന്ന് പറയുന്നത്. എനിക്ക് വഴി തനി വഴി എന്നും പറഞ്ഞ് പോകാൻ പറ്റില്ല. മൈ വേ എന്താണ്, മൈ വേ ഹൈവേ എന്നും പറഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം അത് വളരെയധികം അപകടം പിടിച്ച വഴിയാണ്. എന്തു പോകും, നമ്മൾ വിചാരിക്കും നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്, പക്ഷെ നമ്മളിങ്ങനെ സൈഡിൽ ട്രാക്ക് ചെയ്ത് വേറെ ഏതോ കാട്ടിനകത്ത് അകപ്പെട്ടു പോകും. പക്ഷേ ആരെങ്കിലും നമുക്ക് മാർഗനിർദ്ദേശം തരാനുണ്ടെങ്കിൽ, അത് ഒരു പരിശുദ്ധ ഭക്തനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഭക്തന്മാരുടെ സംസർഗം എന്ന് പറയുന്നത്. നാരദ മഹർഷി ആ ഭക്തി വേദാന്തികളുടെ വെറും 4 മാസത്തെ 2 ഋതുക്കളുടെ 4 മാസത്തെ സംസർഗം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ടാക്കി എന്ന് വ്യാസദേവനോട് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 35ാമത്തെ ശ്ലോകം. യദത്ര ക്രിയത്തെ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തദ് അധീനം ഹി ഭക്തിയോഗ സമന്വിതം. യദ് അത്ര ക്രിയത്തെ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തദ് അധീനം ഹി ഭക്തിയോഗ സമന്വിതം. യദ് അത്ര ക്രിയത്തെ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തത് അധീനം ഹി ഭക്തിയോഗ സമന്വിതം. എന്താണ് പറയുന്നത്? അതിന്റെ തുടർച്ചയാണ്. യദത്ര ക്രിയത്തെ കർമ്മ, ഈ ഭൗതിക ലോകത്തിൽ ക്രിയത്തെ ചെയ്യുന്നുവോ, കർമ്മ എന്ത് കർമ്മ, ഭഗവത് പരിതോഷണം, ആ കർമ്മങ്ങൾ ഭഗവാനെ പരിതോഷണം, തോഷണം അല്ലെങ്കിൽ തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക, സന്തോഷം എന്ന വാക്ക് അതിനകത്ത് നിന്നുണ്ടായതാണ്. പരിതോഷണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്നത്. ആരെ തൃപ്തിപ്പെടുത്തുന്നത്? ഭഗവത് പരിതോഷണം. യദത്ര ക്രിയത്തെ കർമ്മ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്ത് തരം കർമ്മമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ കർമ്മങ്ങൾ ഭഗവാനെ പരിതോഷിപ്പിക്കുന്നതാണെങ്കിൽ ജ്ഞാനം യത്തത് അധീനം ഹി, ആ ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറയുന്നത് ഭക്തിയോഗ സമന്വിതം, അതായത് ഭക്തിയോഗത്തിൽ ചെയ്യുന്ന ആ പരിശുദ്ധ ഭക്തിയുത സേവനത്തിന് അതിനകത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ ജ്ഞാനവും ഓൾറെഡി ഉണ്ട്. അതായത് നമുക്ക് വേറെ ഒന്നും പിന്നെ ഈ അറിയേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞേച്ചാൽ മതി. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജ്ഞാനവും അതിൻ്റെ അകത്തുണ്ടാകും. എന്ത് തരത്തിലുള്ള ജ്ഞാനം? ഭഗവത് സംതൃപ്തിക്കായി ഈ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന ഏതൊരു കർമ്മവും
ഭക്തിയോഗം അഥവാ അതീന്ദ്രിയ ഭഗവത് പ്രേമയുത സേവനമെന്നും അതിനെ ഹേതുവുള്ള സഹവർത്തി ഹേതു എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കപ്പെടും. രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ് അറിയേണ്ടത്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം ഭഗവാനെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ സാധാരണ ജ്ഞാനം എന്ന് പറയുക. അതിനെ എന്താക്കുക? ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് വേറെ അതിനു വേണ്ടിയിട്ട് ജ്ഞാനം നേടേണ്ട ആവശ്യം വരികയില്ല. എങ്ങനെയാണോ ഈ ഭക്തന്മാർ അത് നിർവഹിക്കുന്നത് അത് കണ്ട് പഠിച്ചാൽ മാത്രം മതി. സ്വാഭാവികമായിട്ടും അതിനുള്ള നോളജ് ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്താണ്? ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തിതേ, അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയ്ക്കകത്ത്. എന്താണ്? ദദാമി ബുദ്ധിയോഗം, അതിനു വേണ്ടുള്ള ബുദ്ധിയോഗം, ജ്ഞാനം എന്ത് വേണമെങ്കിലും തരും. എന്ത് തരും? എങ്ങനെയാണ് ഈ ഭക്തിയുത ഭഗവത് സേവനം ചെയ്ത് തിരികെ ഭഗവാന്റെ അടുത്തേക്ക് എത്തേണ്ടത് എന്ന് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ജ്ഞാനം ഭഗവാൻ ഓൾറെഡി നമുക്ക് തരും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ നാരദ മഹർഷി പറയുന്നത്. അതിൻ്റെയും പർപ്പോട്ടിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ആ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ പേജ്, ഈ പേജിൻ്റെ അടുത്ത പേജ്. അതെ, യെസ്. എന്താണ്? എന്നാൽ പരമാർത്ഥത്തിൽ കർമ്മയോഗത്തിനും ജ്ഞാനയോഗത്തിനും ഉപരിയാണ് ഭക്തിയോഗം. കർമ്മയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൽ നിന്നും സ്വതന്ത്രമാണ് ഭക്തിയോഗം. അഥവാ ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗ ആശ്രിതങ്ങളാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കർമ്മം ചെയ്തുകൊണ്ട് ഒരാൾ ഭഗവാന് സേവനം അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഫലം ഭഗവാന് സമർപ്പിക്കുന്നതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. പക്ഷേ അയാൾ ഭക്തനാകണമെന്ന് നിർബന്ധമില്ല. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ വൈദിക സാഹിത്യങ്ങളെല്ലാം പഠിച്ച് പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ചിലപ്പോൾ അവ്യക്തിഗത ബ്രഹ്മം, പരമാത്മാവ് ഇതിൻ്റെയൊക്കെ റിയലൈസേഷനിലേ വരുവുള്ളൂ. ഭക്തി വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഭക്തിയോഗം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭക്തൻ ഭഗവാന് വേണ്ടി മാത്രമേ കർമ്മം ചെയ്യുകയുള്ളൂ. ഭഗവാനെ അറിയാൻ പറ്റുന്ന തരത്തിലുള്ള ജ്ഞാനയോഗം അയാൾ നേടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭക്തിയോഗത്തിൽ ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുന്നത്. ഒരു ഭക്തന് അയാൾ ചെയ്യുന്ന എല്ലാ കർമ്മവും കർമ്മയോഗമാണല്ലേ. ഭഗവാന് വേണ്ടിയിട്ട് അയാൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. അത് നോർമലി അപ്പോൾ കർമ്മയോഗമാകുകയില്ലേ? റിസൾട്ട് അയാൾക്ക് വേണ്ടി അല്ലല്ലോ, അത് ഭഗവാന് വേണ്ടിയിട്ടാണല്ലോ അയാൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അത് കർമ്മയോഗമാകും. ജ്ഞാനയോഗം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുന്നത്? ഭക്തി ചെയ്യുമ്പോൾ എന്തിനാണ് വായിക്കുന്നത്? ഇതെല്ലാം വായിച്ചിട്ട് നമ്മൾ അവസാനം കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ് എന്ത് കാര്യം മനസ്സിലാക്കുന്നു? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തിന് സച്ചിദാനന്ദമായിട്ടുള്ള ഒരു രൂപമുണ്ട്, അദ്ദേഹത്തിൻ്റെ ധാമമുണ്ട്. വ്യക്തിഗതമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഭഗവാനെ കുറിച്ചുള്ള അറിവും നമ്മൾക്ക് കിട്ടണം. നോർമലി അത് ജ്ഞാനയോഗമാകൂലേ? ആകും. പക്ഷേ ഒരു കർമ്മയോഗി ഒരിക്കലും ഭക്തനായി തീരണമെന്ന് നിർബന്ധമില്ല. ജ്ഞാനയോഗി ഒരിക്കലും ഭക്തനായി തീരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഭക്തിയോഗി എപ്പോഴും ജ്ഞാനയോഗവും കർമ്മയോഗവും ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. നമ്മൾ പ്രത്യേകിച്ച് ജ്ഞാനയോഗവും കർമ്മയോഗവും ചെയ്യാൻ വേണ്ടിയിട്ട് പോവണ്ട. കാരണം ഭക്തിയോഗം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ജ്ഞാനയോഗവും കർമ്മയോഗവും എല്ലാം ഭക്തിയോഗത്തിൽ തന്നെ ഉണ്ടാകും. ഈ ക്രിയായോഗം അഥവാ കർമ്മയോഗത്തെയാണ് ശ്രീനാരദൻ വ്യാസദേവന് സവിശേഷമായി നിർദ്ദേശിച്ചത്. എന്തെന്നാൽ ഇതിൻ്റെ മൂലതത്വം ഭഗവാനെ സംതൃപ്തനാക്കുകയാണ്. ഓക്കെ, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ഭക്തിയോഗത്തിനെ കുറിച്ച് ഭഗവാൻ വ്യാസദേവന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തത്? അത് മൂലതത്വം ഭഗവാനെ സംതൃപ്തനാക്കുകയാണ്. നമ്മളുടെ ക്ലേശങ്ങളെ കളയാൻ വേറെ ഒരു മാർഗവും ഇല്ലാതാനും. അതുകൊണ്ടാണ് ഈ ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ത് ചെയ്യുന്നത്? ഭക്തിയോഗം അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തിയുത സേവനം എന്ന് നമ്മൾ പറയുന്നത്. ഭക്തിയോഗം എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഭഗവാൻ വ്യാസദേവന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യം എന്താണ്? ഈ ഭക്തിയോഗം തന്നെയാണ്.
താൻ ചെയ്തു എന്ന് നാരദ മഹർഷി പറയുന്ന കാര്യം എന്താണ്? ഭക്തിയോഗം തന്നെയാണ്. ഓക്കെ, യെസ്. അടുത്തത് 36-ാമത്തെ ശ്ലോകം. ശ്ലോകത്തിലേക്ക് കിടക്കാം നമുക്ക്. കുർവാണായത്ര കർമാണി ഭഗവത് ശിക്ഷായ അസകൃത് ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. കുർവാണ യത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. കുർവാണ യത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യ അനുസ്മരന്തി ച. എന്താണ് ചെയ്യുന്നത്? കുർവാണ യത്ര കർമാണി ഭഗവത് ശിക്ഷയാ അസകൃത്. കുർവാണ എന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ, യത്ര കർമാണി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഭഗവത് ശിക്ഷയാ അസകൃത് ഏതുതരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ? ഭഗവത് ശിക്ഷയാ. ഭഗവത് ശിക്ഷ എന്താണ്? ശിക്ഷ നിർദ്ദേശം അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛ. ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ. ആരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ? ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ. ഒരാൾ അസകൃത് കോൺസ്റ്റന്റ്ലി എപ്പോഴും അതേ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യ അനുസ്മരന്തി ച. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ഗുണം? അനുസ്മരന്തി ച. എന്ത് അനുസ്മരന്തി? സ്മരന്തി എന്ന് പറഞ്ഞാൽ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കുക. എന്താണ് അനുസ്മരന്തി? എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും. ആരെ ഓർത്തുകൊണ്ടേയിരിക്കും? ഗുണനാമാനി കൃഷ്ണസ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ? എന്താണ്? ഗുണനാമാനി കൃഷ്ണസ്യ. ഭഗവാന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഗുണങ്ങളെയും നാമങ്ങളെയും കുറിച്ച് അയാൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കും. ഭക്തിയോഗം ചെയ്താലുള്ള ഗുണം എന്താണ് എന്നാണ് ആര് പറയുന്നത്? ഇവിടെ നാരദ മഹർഷി വ്യാസദേവനോട് പറയുന്നത്. കുർവാണ യത്ര കർമാണി അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ, എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ? ഭഗവത് ശിക്ഷയാ സകൃത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യ അനുസ്മരന്തി ച. എന്തു ചെയ്യും അയാൾ? ഭഗവാന്റെ നാമം, രൂപം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കും. അതല്ലേ നമുക്ക് വേണ്ടത്? എന്തിന്? ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെക്കുറിച്ച് നിരന്തരം സ്മരണയുണ്ടാകും. ആ സ്മരണയാണ് എന്ത് വേണ്ടത്? എന്താണ്? നമ്മൾ ജപിക്കുക എന്ന് പറയുന്നത് മെക്കാനിക്കലായിട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ജപിക്കുക എന്നത് സ്മരണയുണ്ടാക്കണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. യം യം വാപി ജപൻ ഭാവം അല്ല, യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തത്ഭാവ ഭാവിത. ഏതിനെ കുറിച്ചാണോ ഓർക്കുന്നത് എന്നാണ്, ഏതിനെ കുറിച്ചാണോ പറയുന്നത് എന്നല്ല. അവസാന നിമിഷം നമ്മൾ വേറെ പല കാര്യങ്ങളും പറയുമായിരിക്കും, പക്ഷെ നമ്മുടെ ഓർമ്മയിൽ എന്താണോ ഇരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സ്മരന്തി അല്ലേ? എന്താണ്? കൃഷ്ണസ്യ അനുസ്മരന്തി ച. ദിനവും അല്ലെങ്കിൽ നിമിഷം തോറും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഭക്തിയുത സേവനം നമ്മളെ പഠിപ്പിക്കുന്നത്. നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്തിയുത സേവനം ചെയ്താൽ അങ്ങനെ ഭഗവാനെ സ്മരിക്കാൻ പറ്റും. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആജ്ഞാനുസരണം കർത്തവ്യം നിർവഹിക്കുന്ന വേളയിൽ ഒരാൾ സദാ ഭഗവാനെയും ഭഗവത് നാമങ്ങളെയും ഭഗവത് ഗുണങ്ങളെയും സ്മരിക്കുന്നു.
ഈ ഒരു ഭാഗം, അതായത് കർമ്മയോഗം എന്നൊരു ഭാഗം നാരദ മഹർഷി ഇവിടെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു? ഒരു ഗുരു ശിഷ്യനെ കാണുമ്പോൾ ശിഷ്യന് ജ്ഞാനം നൽകുകയും മന്ത്രദീക്ഷ നൽകുകയും ചെയ്യും. എന്താണ് മന്ത്രദീക്ഷ? അപ്പോൾ അടുത്ത ഭാഗത്ത്, അതായത് 37 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ മന്ത്രദീക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നാരദ തൻ്റെ ആ ഒരു പ്രത്യേക, അതായത് ഭഗവാൻ, നാരദ മഹർഷിക്ക് പല ശിഷ്യന്മാരും ഉണ്ടല്ലേ. നമുക്കറിയാം, ധ്രുവ മഹാരാജാവ് സ്വന്തം അച്ഛൻ്റെ മടിയിലിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഉത്താനപാദൻ്റെ മടിയിലിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. സുരുചി ഇറക്കി വിട്ടു. അമ്മ സുനീതിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഭഗവാന് മാത്രമേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഭഗവാനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ധ്രുവ മഹാരാജാവ് ചോദിച്ചു, എവിടെ പോകണം ഭഗവാനെ കാണാൻ? അപ്പോൾ അമ്മ പറഞ്ഞു, സാധാരണ യോഗികളൊക്കെ വനത്തിൽ പോയി ധ്യാനിച്ചിട്ടാണ് ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ധ്രുവൻ 5 വയസ്സായുള്ള കുട്ടി എന്ത് ചെയ്യാൻ പോകുന്നു? യാത്ര ചെയ്തു തുടങ്ങുന്നു. എങ്ങോട്ട് പോകുന്നു? ദൃഢനിശ്ചയത്തോടു കൂടി വനത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? തപശ്ചര്യ ചെയ്യാനാണ്. പോകുന്ന വഴിക്ക് ആരെ കാണുന്നു? നമ്മുടെ നാരദ മഹർഷിയെ കാണുന്നു. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, ഇതൊക്കെ സാധാരണ എല്ലാ കുട്ടികളോടും അമ്മമാരൊക്കെ ചെയ്യണതാണ്. വഴക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്യുന്നതൊക്കെ സാധാരണ എല്ലാ കുട്ടികളോടും ചെയ്യുന്നതാണ്. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ടേ, നീ ചെറിയ കുട്ടിയാണ്, നിനക്ക് വനത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ വരും, തിരിച്ചു വെക്കോ, അതല്ലേ നിനക്ക് നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ ക്ഷത്രിയനായിട്ടുള്ള ധ്രുവൻ എന്ത് പറയുന്നു? അങ്ങേക്ക് എനിക്ക് മുന്നോട്ടുള്ള പാത കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ മാത്രം എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറയും. അപ്പോൾ നാരദ മഹർഷി ശിഷ്യൻ്റെ സിൻസിയറിറ്റി ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഓം നമോ ഭഗവത്തെ വാസുദേവായ, ആ കാലത്തിനനുസരിച്ചുള്ള മന്ത്രം ആണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ധ്രുവന് പറഞ്ഞു കൊടുക്കുന്നത്. മന്ത്രദീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഏത് മന്ത്രമാണോ ഗുരു നമുക്ക് ഉപദേശിച്ചു തരുന്നത്, ആ മന്ത്രമാണ് മന്ത്രദീക്ഷ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ ഗുരു ഉപദേശിച്ചു തരുന്ന മന്ത്രം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് മന്ത്രമൊന്നും വേണ്ട. ഇനി സെക്കൻഡ് ഇനിഷ്യേഷൻ എടുത്തവർക്കാണെങ്കിൽ ഗായത്രി മന്ത്രവും ഉണ്ട്. ഇത് രണ്ടും മാത്രം മതി നമ്മൾക്ക് കലിയുഗത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്ത് മന്ത്രമാണ് നാരദ മഹർഷി വ്യാസദേവന് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് കാണാം അല്ലേ. 37ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അജംല പ്രഭുവിൻ്റെ കയ്യിൽ 37ാമത്തെ ശ്ലോകം ഉണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ ഇതെന്താണ്? മന്ത്രമാണല്ലേ. അനുഷ്ടുപ്പ്. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംകർഷണായ ച. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംകർഷണായ ച. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംകർഷണായ ച. ചതുർവ്യൂഹങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഭഗവാന്റെ ഇമ്മീഡിയറ്റ് എക്സ്പാൻഷൻസ്, അതിനെയാണ് നമ്മൾ ചതുർവ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വിഷ്ണു ശംഖചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള വിഷ്ണു, അദ്ദേഹത്തിൻ്റെ 4 കൈകളിൽ ശംഖം ചക്രം ഗദാ പത്മം, ഈ കോമ്പിനേഷൻസ്, അതായത് ശംഖം ചക്രം ഗദാ പത്മം അല്ലെങ്കിൽ ശംഖം ചക്രം ഗദാ പത്മം, അങ്ങനെ കോമ്പിനേഷൻസ് വെച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള വിഷ്ണു എക്സ്പാൻഷൻസ് ഉണ്ട്, പല പേരുകളുമുണ്ട്. അത് ആ ചതുർവ്യൂഹങ്ങൾക്ക് എല്ലാം അവരുടേതായിട്ടുള്ള ആധ്യാത്മിക ഗ്രഹങ്ങളും ഉണ്ട്. ആധ്യാത്മിക ലോകങ്ങൾ, വിഷ്ണു ലോകങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. ആധ്യാത്മിക ലോകങ്ങൾ ഉണ്ട്, വൈകുണ്ഠ ലോകങ്ങൾ. അപ്പോൾ ഈ കോമ്പിനേഷൻസിനെ, അതായത് ശംഖം ചക്ര ഗദാ പത്മം ഏതേത് കൈകളിലാണോ അതിനനുസരിച്ച് വിവിധ നാമങ്ങളുമുണ്ട്. ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്, അതേപോലെ ഒരുപാട് നാമങ്ങളുമുണ്ട്.
4 പ്രധാനപ്പെട്ട നാമങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്താണ്? വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ. പ്രധാനപ്പെട്ട ചതുർവ്യൂഹങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചതുർവ്യൂഹം എന്ന് ഇതിനെ പറയും. അപ്പോൾ പ്ലിനറി എക്സ്പാൻഷൻസ്, അതായത് വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, ഇതെല്ലാം ആരാണ്? ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള രൂപങ്ങളാണ്. വൈകുണ്ഠ ലോകങ്ങൾ, ആധ്യാത്മിക ലോകങ്ങളിൽ ഭഗവാൻ തൻ്റെ ഭക്തന്മാരോട് ഏത് തരത്തിൽ വന്നിട്ട് ഇടപഴകുന്നുവോ അതിനനുസരിച്ച് ആഗ്രഹങ്ങൾക്ക് പേരുണ്ട്. വൈകുണ്ഠ ലോകങ്ങളിൽ അദ്ദേഹം ശംഖചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള വിഷ്ണുമൂർത്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ആ ആധ്യാത്മിക വൈകുണ്ഠ ലോകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹവാസികൾക്കും അല്ലെങ്കിൽ ഭഗവാനോടൊപ്പം അവിടെ അധിവസിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിത്യ സേവകന്മാർക്കും ഇതേ രൂപം തന്നെയാണ് എന്നാണ് പറയുന്നത്. വിഷ്ണു നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അജാമിളന്റെ മരണസമയത്ത് യമദൂതന്മാർ വരുമ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വന്ന വിഷ്ണുദൂതന്മാരുടെ രൂപം വന്നിട്ട് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത് ചതുർഭുജ രൂപം എന്നാണ്. അവർക്കും ഭഗവാന്റേതുപോലെയുള്ള രൂപമാണ്. ഒരു പ്രത്യേകത മാത്രമുണ്ട്, ശ്രീവത്സം കൗസ്തുഭം. ശ്രീവത്സം ഇടത്തുഭാഗത്ത് ഭഗവാന്റെ മാറിൽ ആര് താമസിക്കുന്ന സ്ഥലം, ലക്ഷ്മി ദേവി വസിക്കുന്ന സ്ഥലം കൗസ്തുഭം. ഈ ഒരു ജൂവൽ, അത് മാത്രമേ വ്യത്യാസം. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഭഗവാന്. അതാണ് അദ്ദേഹത്തിൻ്റെ സാരൂപ്യ മുക്തി എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ പോലെയുള്ള രൂപമാണ് അവിടെയുള്ള ഭക്തന്മാർക്കുള്ളത്. അപ്പോൾ ഈ ആധ്യാത്മിക ലോകങ്ങളിൽ വസിക്കുന്ന എന്തുകൊണ്ടാണ് നാരദ മഹർഷി വ്യാസദേവന് വിഷ്ണുമൂർത്തികളെ കുറിച്ചുള്ള രൂപം അല്ലെങ്കിൽ വിഷ്ണുമൂർത്തിയുടെ മന്ത്രം, ഭഗവാൻ വിഷ്ണുവിൻ്റെ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുകയില്ല. അത് ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ആ ഒരു സാഹചര്യത്തിലുള്ള തീരുമാനമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെയാണ് മന്ത്രദീക്ഷ കൊടുക്കുന്നത്. എന്ത് മന്ത്രദീക്ഷയാണ് കൊടുത്തത്? ചതുർവ്യൂഹങ്ങളെ കുറിച്ചുള്ള മന്ത്രം. Let us all chant the glories of Vasudeva along with his plenary expansions Pradyumna, Aniruddha and Sankarshana. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ പൂർണ്ണ അംശ വിസ്തരണങ്ങളായ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നിവരടക്കം വാസുദേവന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് ഏവർക്കും ജപിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകം 38. इति मूर्ति अभिधानेन मन्त्रमूर्तिम् अमूर्तिकं यजते यज्ञपुरुषं स सम्यक् दर्शनात् पुमान्. इति मूर्त्यभिधानेन मन्त्रमूर्तिम् अमूर्तिकं यजते यज्ञपुरुषं स सम्यक् दर्शनात् पुमान्. इति मूर्त्यभिधानेन मन्त्रमूर्तिम् अमूर्तिकं യജതേ യജ്ഞപുരുഷം സസമ്യക് ദർശന പുമാൻ എന്ന് പറയുന്നു. ഇതി ഇപ്രകാരം, മൂർത്തി അഭിധാനേന മന്ത്രമൂർത്തിം. എന്താണ് നമുക്കതിൻ്റെ അപ്രകാരം ഭൗതിക രൂപമില്ലാത്ത പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിനെ അതീന്ദ്രിയ ശബ്ദ പ്രതിരൂപത്താൽ ആരാധിക്കുന്ന ഒരാളാകുന്നു യഥാർത്ഥ ദാർശനികൻ. നമുക്ക് മനസ്സിലാക്കാൻ 1-2 കാര്യങ്ങളുണ്ട്. അമൂർത്തി എന്ന വാക്ക്, അമൂർത്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൂർത്തി ഇല്ലാത്തത്, അല്ലെങ്കിൽ മൂർത്തി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് ഇവിടെ പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരൂപം. എന്താണ് പ്രതിരൂപം? അതായത് നമ്മൾ വിഗ്രഹം, അർച്ചാവിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപമാണ് അല്ലേ? അപ്പോൾ പലരും വന്നിട്ട് ഭഗവാന് രൂപമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്താണ് അവർക്ക് പറയുന്ന പേര്? ബ്രഹ്മവാദികൾ, മായാവാദികൾ. ഇവരെല്ലാവരും പറയും ഭഗവാന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല എന്ന്. ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു ഭഗവാന് ഭൗതിക രൂപമില്ല എന്നാണ്. നമ്മളുടേതുപോലെ ഈ ഒരു പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളല്ല ഭഗവാന്റേത്. ഭഗവാന്റേത് സച്ചിദാനന്ദ വിഗ്രഹമാണ്. ബ്രഹ്മദേവൻ പറയുന്നു
ഈശ്വര പരമകൃഷ്ണ സച്ചിത് ആനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പല പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അമൂർത്തി എന്നതിൻ്റെ അർത്ഥം, അമൂർത്തികം എന്നതിൻ്റെ അർത്ഥം നമ്മളെപ്പോലെ ഭൗതിക രൂപമില്ലാത്തത് എന്നാണ്. രൂപമില്ലാത്തത് എന്നർത്ഥമല്ല. അമൂർത്തികം എന്നതിൻ്റെ അർത്ഥം എന്താണ് എഴുതിയിരിക്കുന്നത്? ലോർഡ് ഹൂ ഹാസ് നോ മെറ്റീരിയൽ ഫോം. എങ്ങനെയാണ് ആ ഭൗതിക രൂപമില്ലാത്ത ഭഗവാനെ നമ്മൾ കലികാലത്തിൽ സാക്ഷാത്കരിക്കുന്നത്? മന്ത്രമൂർത്തി, മന്ത്രത്തിൻ്റെ രൂപത്തിലാണ്. ഏതാണ് മന്ത്രം? ഇപ്പോൾ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തത് വിഷ്ണു രൂപം, അതിൻ്റെ മന്ത്രമാണ്. അത് ആരാണ്? വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന അനിരുദ്ധ എന്ന ആ മന്ത്രം. നമ്മൾ എന്ത് മന്ത്രമാണ് ഉപയോഗിക്കുന്നത്? കലികാലത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതാണ് നമ്മളുടെ മന്ത്രമൂർത്തി എന്ന് പറയുന്നത്. ഇത് ജപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് നൃത്തം വയ്ക്കണമെന്നാണ്. ഭഗവാനും ശ്രീമതി രാധാറാണിയും വന്ന് നൃത്തം വയ്ക്കണം. അതായത് അവരുടെ സെയിം പൊട്ടൻസി. ഇതി ഷോഡശകം നാം കലികൽമശ നാശനം, അതല്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും തന്നെയാണ്. നാമ ചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വാം നാമനാമിനെ. അതാണ് അഭിന്നത്വാം നാമനാമിനെ. നാമവും നാമിയും, നാമി ആരാണ്? നാമത്തിൽ പറയുന്ന ആ വ്യക്തി. നാമവും നാമിയും തമ്മിൽ അഭിന്നത്വം, ഭിന്നമല്ല, രണ്ടും ഒരാൾ തന്നെയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് കലിയുഗത്തിൽ നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് തന്നെയാണ് മന്ത്രമൂർത്തി എന്ന് ഇവിടെ പറയുന്നത്. നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്ത മന്ത്രമൂർത്തി എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധ വാസുദേവ അനിരുദ്ധ പ്രദ്യുമ്ന സംഘർഷണ ഈ മന്ത്രമാണ്. പക്ഷെ നമ്മൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. യജത്തെ യജ്ഞപുരുഷം സ സമ്യക് ദർശന പുമാൻ. ആരാണോ ഈ ട്രാൻസെൻഡന്റൽ അതീന്ദ്രിയമായ ശബ്ദം വെച്ചിട്ട് ഭഗവാനെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്നത്, അയാൾ ഭഗവാനെ യഥാർത്ഥത്തിൽ കാണുന്നു. നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കാണ് ആര് പറഞ്ഞു തരുന്നത്? ഇവിടെ നാരദ മഹർഷി പറയുന്നത്. ഭഗവാൻ അമൂർത്തിയാണ്, ഭൗതിക രൂപമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ മന്ത്രത്തിന്റെ രൂപത്തിൽ ആരാണോ ആരാധിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഭഗവാനെ ദർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഭുപാദ് നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? സ്വയം ഭഗവാനെ തന്നെയാണ് തന്നിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു നമുക്ക് ഈ മഹാമന്ത്രം തന്നത് ഭഗവാനെ തന്നെ തരുന്നത് പോലെയാണ്. ഓക്കെ, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 39ഉം 40ഉം വന്നിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വ്യാഴാഴ്ച നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നാരദ മഹർഷിയുടെ ജീവിതത്തെ ഒരു വലിയ ചാപ്റ്ററായിട്ട് കാണും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നാരദ മഹർഷി എന്ത് ചെയ്തു എന്ന് വ്യാസദേവൻ ചോദിക്കും അവർ പോയതിന് ശേഷം. അപ്പോൾ അങ്ങനെ ആ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? മന്ത്രമൂർത്തി എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ് എന്നതാണ്, അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളോട് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ.